ഹായ് ഫ്രണ്ട്സ്, ജീസസ് ഫാമോഡ്സിലേക്ക് സ്വാഗതം. നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് കാർഡിയോ വാസ്കുലാർ സിസ്റ്റം എന്നല്ലേ. അപ്പോൾ കാർഡിയോ മീൻസ് ഹേർട്ട് ആൻഡ് വാസ്കുലാർ മീൻസ് എന്താണ്, വാസ്കുൽ മീൻസ് എന്താണ് ബ്ലഡ് വെസൽസ്. അപ്പോൾ ഹേർട്ടും ബ്ലഡ് വെസൽസും കൂടെ ചേർന്നതാണ് കാർഡിയോ വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഡെഫിനേഷനൊക്കെ നോക്കാം. അതിന് മുമ്പായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് കാർഡിയോവാസ്കുലർ സിസ്റ്റം നോക്കാം. കാർഡിയോവാസ്കുലർ സിസ്റ്റം ഈസ് എ ക്ലോസ്ഡ് സർക്കുലേറ്ററി ട്രാൻസ്പോർട്ട് സിസ്റ്റം ദാറ്റ് ട്രാൻസ്പോർട്ട് റെസ്പിറേറ്ററി ഗ്യാസസ്, ന്യൂട്രിയൻസ്, എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ത്രൂ ദ മീഡിയം ഓഫ് ബ്ലഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്താണ്, ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർക്കുലേറ്ററി സിസ്റ്റമാണ്. അതെന്ത് ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്തൊക്കെ, റെസ്പിറേറ്ററി ഗ്യാസസും ന്യൂട്രിയൻസും എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റും എന്തായിട്ട് ബ്ലഡായിട്ട് മീഡിയം എടുത്തുകൊണ്ട് വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് ഈ ന്യൂട്രിയൻസും ഗ്യാസസൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ അതിന് പറയുന്ന പേരാണ് കാർഡിയോവാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ നമ്മൾ മെയിൻ പറഞ്ഞായിരുന്നു ഹേർട്ടും ബ്ലഡ് വെസൽസും ആണ് പഠിക്കുന്നതെന്ന്. അതിൽ നമുക്ക് ഫസ്റ്റ് ബ്ലഡ് വെസൽസ് പഠിക്കാം. അപ്പോൾ അത് പഠിച്ചിട്ട് നമ്മൾ ബാക്കി പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്ലഡ് വെസൽസ് പഠിക്കാം. ബ്ലഡ് വെസൽസ് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് ബ്ലഡ് വെസൽസ് ഉണ്ട്. ഏതൊക്കെയാണ്, ആർട്ടറീസും, അതേപോലെ തന്നെ ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറീസ്. ആർട്ടറീസും വെയിൻസും ലാർജാണ്. അതേപോലെ തന്നെ അത് മാക്രോസ്കോപ്പിക്കാണ്. മാക്രോസ്കോപ്പിക് എന്ന് വെച്ചാൽ നമുക്ക് കണ്ണിലൂടെ കാണാൻ പറ്റും. കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക്കാണ്, അത് സ്മോളസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഈ കാപ്പിലറീസ് അതേപോലെ തിന്നുമാണ്, കട്ടി കുറവുമാണ്. അതേപോലെ തന്നെ കാപ്പിലറീസ് ആർ പ്രസൻറ്റ് ഇൻ എവിടെയാണ്, കോണ്ടാക്ട് വിത്ത് സെൽസ്. കാപ്പിലറീസ് എപ്പോഴും സെൽസുമായിട്ട് കോണ്ടാക്ട് ചെയ്തേ ഇരിക്കത്തുള്ളൂ. അതേപോലെ തന്നെ കാപ്പിലറീസ് ആർ ഓൾസോ ലൈ ഓൺ ദ സ്പേസസ് ബിറ്റ്വീൻ ദ സെൽസ്, ദാറ്റ് ഈസ് ഇൻഡസ്ട്രീഷ്യൽ സ്പേസസ് ബിറ്റ്വീൻ ദ സെൽസിൻ്റെ ഇടയിലായിരിക്കും എപ്പോഴും കാപ്പിലറീസ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ പറയുന്നു, ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ആർട്ടറീസ് എപ്പോഴും എവേ ഫ്രം ദ ഹേർട്ട് ആയിരിക്കും ആർട്ടറീസ്. അപ്പോൾ ആർട്ടറീസ് ആർ ദ ബ്ലഡ് വെസൽസ് വിച്ച് ട്രാൻസ്പോർട്ട് ബ്ലഡ് എവേ ഫ്രം ദ ഹേർട്ട്. ഹേർട്ടിൽ നിന്നുമായിരിക്കും ആർട്ടറീസ് എപ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, ബ്ലഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആർട്ടറീസ് എപ്പോഴും ട്രാൻസ്പോർട്ട് ബ്ലഡ് എവേ ഫ്രം ദ ഹേർട്ടായിരിക്കും. അതേപോലെ തന്നെ മെജോറിറ്റി ഓഫ് ദ ആർട്ടറീസ് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് എക്സ്പെക്ട് പൾമണറി ആർട്ടറി. മെജോറിറ്റി ഓഫ് ദ കൂടുതലും എല്ലാ ആർട്ടറീസും ഓക്സിജനേറ്റഡ് ബ്ലഡാണ് ക്യാരി ചെയ്യുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് പൾമണറി ആർട്ടറീസ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ്. ഡിയോക്സിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡാണ് പൾമണറി ആർട്ടറീസ് ക്യാരി ചെയ്യുന്നത്. ബാക്കി എല്ലാ ആൾട്ടറിയും എന്താണ് ക്യാരി ചെയ്യുന്നത്, ഓക്സിജനേറ്റഡ് ബ്ലഡാണ് ക്യാരി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ആർട്ടറീസ് നെക്സ്റ്റ് പോയിൻ്റാണ്, ആർട്ടറീസ് ഡിവൈഡ് ചെയ്തിട്ട് സ്മോൾ ആർട്ടറീസ് ആയിട്ട് മാറുന്നു. അത് ഡിവൈഡ് ചെയ്തിട്ട് ആർട്ടീരിയോൾസ് ആയിട്ട് മാറുന്നു. ഈ ആർട്ടീരിയൽസ് ഫൈനലി എൻഡ് വിത്ത് എന്തായിട്ടാണ്, കാപ്പിലറീസ് ആയിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാപ്പിലറീസ് എവിടെയാണ് ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത്, വിച്ച് ആർ തിൻ ലെയർ ലൈങ് ബിറ്റ്വീൻ ദ സെൽസിൻ്റെ ഇടയിലായിട്ടാണ് കാപ്പിലറീസ് കാണുന്നത്. അതേപോലെ നമുക്ക് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് വെയിൻസിനെ പറ്റിയാണ്. വെയിൻസ് എന്ന് പറഞ്ഞാൽ വെയിൻസ് എപ്പോഴും ടുവേഴ്സ് ദ ഹേർട്ട് ആയിരിക്കും, ഹേർട്ടിലേക്കായിരിക്കും ബ്ലഡിനെ കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് വെയിൻസ് എപ്പോഴും, അതേപോലെ തന്നെ വെയിൻസ് എപ്പോഴും ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആയിരിക്കും. ഡിയോക്സിനേറ്റഡ് തന്നെയാണ് ഇംപ്യൂർ ബ്ലഡ് എന്ന് പറയുന്നത്. ഇംപ്യൂർ ബ്ലഡ് ആയിരിക്കും വെയിൻസ് എപ്പോഴും ക്യാരി ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്ത് പൾമണറി വെയിൻസ് എപ്പോഴും ക്യാരി ചെയ്യുന്നത് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡാണ്. അപ്പോൾ വെയിൻസ് എപ്പോഴും എങ്ങനെയാണ്, ടുവേഴ്സ് ദ ഹേർട്ടാണ്. വെയിൻസ് ആർ വെസൽസ് വിച്ച് ക്യാരി ബ്ലഡ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ടുവേഴ്സ് ദ ഹേർട്ട്. നെക്സ്റ്റ് പോയിന്റ്, വെയിൻസിലെ മെജോറിറ്റി ഓഫ് ദ വെയിൻസ് ക്യാരി ഡിയോക്സിനേറ്റഡ് അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡ്. മെജോറിറ്റി ഓഫ് ദ വെയിൻസ് എന്താ ക്യാരി ചെയ്യുന്നത്, ഡിയോക്സിനേറ്റഡ് ബ്ലഡ്, ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ്, അതായത് ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡാണ് ക്യാരി ചെയ്യുന്നത്. എക്സ്പെക്റ്റ് ചെയ്ത് പൾമണറി വെയിൻസ് വിച്ച് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് ടു ദ ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ എത്തിക്കുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട്. ലെഫ്റ്റിലാണ് എപ്പോഴും
പ്യുവറായിട്ടുള്ള ബ്ലഡുള്ള അല്ലെ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ്, റൈറ്റിൽ എപ്പോഴും ഇംപ്യുവർ ബ്ലഡ് ആയിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നത്. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞല്ലോ, പൾമണറി വെയിനാണ് ക്യാരി ചെയ്യുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ലങ്സിൽ നിന്നും. നമുക്കിനി പഠിക്കാൻ പോകുന്നത് ലെയേഴ്സ് ഓഫ് ഹിസ്റ്റോളജിക്കലി ബ്ലഡ് വെസൽസ് കൺസിസ്റ്റ് ഓഫ് 3 ലെയേഴ്സ്. ബ്ലഡ് വെസൽസിന് 3 ലെയേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ലെയറാണെന്ന് പറയുന്നത് എന്താണ് എക്സ്റ്റേണൽ ലെയർ. അതിൽ അതാണ് ഔട്ടർ ലെയർ എന്ന് പറയുന്നത്. അതിൻ്റെ പിക്ചർ ഞാനിവിടെ കൊടുത്തേക്കാം. ബ്ലഡ് വെസൽസിൻ്റെ പിക്ചർ ഇവിടെ കൊടുത്തേക്കാം, ലെയേഴ്സിൻ്റെ പിക്ചേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഔട്ടർ ലെയറാണ് എക്സ്റ്റേണൽ ലെയർ. അതിനെയാണ് നമ്മൾ ടൂണിക്ക എക്സ്റ്റേണ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ടൂണിക്ക അഡ്വൻറ്റീഷ്യ എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഔട്ടർ ലെയർ കൺസിസ്റ്റ് ഓഫ് ഫൈബ്രസ് ടിഷ്യൂ, അതുകൊണ്ട് നമ്മൾ അതിനെ ടൂണിക്ക അഡ്വൻറ്റീഷ്യ എന്ന് പറയാറുണ്ട്. അതേപോലെ എക്സ്റ്റേണൽ ലെയർ എപ്പോഴും ഇലാസ്റ്റിക് ലെയറും ആയിരിക്കും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്ക് ആദ്യമേ ഏതൊക്കെ ലെയേഴ്സ് ഉണ്ടെന്ന് നോക്കാം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മിഡിൽ ലെയറാണ്. അതിൽ നമ്മൾ ടൂണിക്ക മീഡിയ എന്ന് പറയും. അതൊരു മസിൽ ലെയർ കൂടെയാണ്. മൂന്നാമത്താണ് ഇൻറ്റേർണൽ ലെയർ. അത് ടൂണിക്ക ഇൻറ്റിമ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഓർ സെറസ് ലെയർ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ ലെയർ ഇൻറ്റിമ, ടൂണിക്ക ഇൻറ്റിമ. മിഡിൽ ലെയർ ടൂണിക്ക മീഡിയ. എക്സ്റ്റേണൽ ലെയർ ടൂണിക്ക എക്സ്റ്റേണ. അപ്പോൾ ടൂണിക്ക എക്സ്റ്റേണ. അപ്പോൾ അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഓരോരോ ലെയേഴ്സിനെ പറ്റി പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ബ്ലഡ് വെസൽസിൻ്റെ ഫസ്റ്റ് ലെയറാണ് ടൂണിക്ക എക്സ്റ്റേണ. അത് ഔട്ടർ ലെയറാണ് അല്ലേ, ഔട്ടർ ലെയറാണ്. അപ്പോൾ മെയ്ഡപ്പ് ഓഫ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് തിക്കർ ഇൻ വെയിൻ ദാൻ ആർട്ടറീസ്. ഇറ്റ് ഈസ് തിക്കർ ആയിരിക്കും വെയിൻസ് ദാൻ ആർട്ടറീസ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ലെയർ കൺസിസ്റ്റ് ഓഫ് ഫൈബ്രസ് ടിഷ്യൂസ് കോൾഡ് ടൂണിക്ക അഡ്വൻറ്റീഷ്യ. ഒരു ഫൈബ്രസ് ടിഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ ടൂണിക്ക അഡ്വൻറ്റീഷ്യസ് എന്നും വിളിക്കാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് മിഡിൽ ലെയറിന് നമ്മൾ എന്താ പറയുന്നത്? ടൂണിക്ക മീഡിയ. കൺസിസ്റ്റ് ഓഫ് മേഡപ്പ് ഓഫ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സ്മൂത്ത് മസിൽസ് ആൻഡ് ഇലാസ്റ്റിക് ടിഷ്യൂ കോൾഡ് ടൂണിക്ക മീഡിയ. ദിസ് ലെയർ ഈസ് തിക്കർ ഇൻ ആർട്ടറീസ് ദാൻ വെയിൻസ്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ ലാർജ് ആർട്ടറിയിൽ എന്തെന്നുള്ളത്? കൺസിസ്റ്റ് ഓഫ് മോർ ഇലാസ്റ്റിക് ടിഷ്യൂ ആൻഡ് ലെസ് മസിൽസ് ആയിരിക്കും. സ്മോൾ ആർട്ടറീസിലോ ടൂണിക്ക സ്മോൾ ആർട്ടറീസിൽ ടൂണിക്ക മീഡിയ എന്തായിരിക്കും? ഓൾമോസ്റ്റ് എൻറ്റയർലി ഓഫ് സ്മൂത്ത് മസിൽസ് ആയിരിക്കും. ലാർജ് ആർട്ടറീസ് ടൂണിക്ക മീഡിയ എന്തായിരിക്കും? കൺസിസ്റ്റ് ഓഫ് മോർ ഇലാസ്റ്റിക് ടിഷ്യൂസ് ആൻഡ് ലെസ് മസിൽസ് ആയിരിക്കും. സ്മോൾ ആർട്ടറീസിൽ ടൂണിക്ക മീഡിയ എന്തായിരിക്കും? മിഡിൽ ലെയർ എന്തായിരിക്കും? ഓൾമോസ്റ്റ് എൻറ്റയർലി ഓഫ് സ്മൂത്ത് മസിൽസ് ആയിരിക്കും. പിന്നെ നമുക്ക് അവസാനത്തെയാണ് ഇന്നർ ലെയറിന് നമ്മൾ എന്താ പറയുന്നത്? ടൂണിക്ക ഇൻറ്റിമ. ഇന്നർ ലൈനിങ് കൺസിസ്റ്റ് ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയൽസ് കോൾഡ് എൻഡോത്തീലിയം ഓർ മേഡപ്പ് ഓഫ് എൻഡോത്തീലിയൽ സെൽസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ദ ലൂമൻ ഇൻ വെയിൻസ് ഈസ് ജനറലി കൊളാപ്സ്ഡ് വൈൽ ഈസ് യൂഷ്വലി കൊളാപ്സ്ഡ് ആൻഡ് വൈഡ് ഓപ്പൺ ഇൻ ആർട്ടറി. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വെയിൻസിൽ പഠിക്കുന്നത്. ലെയേഴ്സ് ഓഫ് ബ്ലഡ് വെസൽസിൻ്റെ 3 ലെയേഴ്സാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ വെയിൻസിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. സ്മോൾ വെന്യൂൾസ് ചേർന്നിട്ട് യൂണിറ്റ് ചെയ്തിട്ടാണ് വെയിൻസ് ഉണ്ടാകുന്നതെന്നും വെയിൻസ് എപ്പോഴും എന്താണെന്ന് നമ്മൾ പറഞ്ഞത് ടുവേഴ്സ് ദ ഹാർട്ട് ആയിരിക്കും, ഹാർട്ടിലേക്കായിരിക്കും അല്ലേ വെയിൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു വെയിൻസ് ആർ വെസൽസ് വിച്ച് ക്യാരി ബ്ലഡ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ടുവേഴ്സ് ദ ഹാർട്ട് ആയിരിക്കും അല്ലേ, നമ്മൾ അതൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഇൻ കേസ് ഓഫ് വെയിൻസ് വാൾ തിന്നർ ബിക്കോസ് ഓഫ് ലെസ് മസിൽസ് ആൻഡ് ലെസ് ഇലാസ്റ്റിക് ടിഷ്യൂ ഇൻ ദ ടൂണിക്ക മീഡിയ. നെക്സ്റ്റ് വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ സം വെയിൻ പോസസ് വാൾസ് സോ വിച്ച് പ്രിവെൻറ്റ് ദ ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വെയിൻസിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ക്യാപ്പിലറീസിനെ പറ്റി പഠിക്കാം. ക്യാപ്പിലറീസ് സ്മോൾ ആണ് അല്ലേ, നമ്മൾ പറഞ്ഞു ക്യാപ്പിലറീസ് വളരെ സ്മോൾ ആയിരിക്കും, വളരെ തിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ എന്തെന്നാണ് പറഞ്ഞത് നമ്മൾ അത് സ്പേസ് ഇൻഡസ്ട്രിയൽ സ്പേസ് ലൈൻ ബിറ്റ്വീൻ ദ സെൽസിൻ്റെ ഇടയിലായിരിക്കും അത് കാണുന്നത്. അപ്പോൾ സ്മോൾ ആർട്ടറീസ് ബ്രേക്കപ്പ് ഇൻറ്റു മൈനർ വെസൽസിന് നമ്മൾ എന്ത് പറയുന്നു? ക്യാപ്പിലറീസ് എന്ന് പറയുന്നു. ദ വാൾ ഓഫ് ദ ക്യാപ്പിലറീസ് കമ്പോസ്ഡ് ഓഫ് സിംഗിൾ ലെയർ ഓഫ് എൻഡോത്തീലിയൽ സെൽസ് ആയിരിക്കും. സിംഗിൾ ലെയർ ഓഫ് എൻഡോത്തീലിയൽ സെൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അടുത്ത പോയിന്റിൽ പറയുന്നുണ്ട്. വിച്ച് ഈസ് വെരി തിൻ ആൻഡ് പെർമിറ്റ് പാസേജ് ഓഫ് വാട്ടർ ആൻഡ് അതർ സ്മോൾ മോളിക്യൂൾസ്. ഇത് വെരി തിന്നായിരിക്കും. തിന്നായാലല്ലേ നമുക്ക് പാസേജ് ഓഫ് വാട്ടറും അതർ മോളിക്യൂൾസൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യാപ്പിലറീസ് വളരെ തിന്നുമായിരിക്കും.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ആണ്. അതിൽ ഫസ്റ്റാണ് സിസ്റ്റമിക് സർക്കുലേഷൻ, നെക്സ്റ്റാണ് സെക്കൻഡാണ് പൾമണറി സർക്കുലേഷൻ, മൂന്നാമത്തെയാണ് കൊറോണറി സർക്കുലേഷൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചാൽ മതി അല്ലേ. അപ്പോൾ അതാകുമ്പോൾ അത് കുറച്ച് ഇലാബറേറ്റായിട്ട് പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ താങ്ക് യു ഓൾ. എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.